ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് അവിട്ടമാണ്. അപ്പോൾ ഞാൻ ഇന്നും എൻ്റെ ഓണക്കോടിയായിട്ട് ഇട്ടേക്കുന്നത്. ഇതെനിക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു ഓണക്കോടിയാണ്. വാടാത്ത മുല്ല കളറാണ്. നിക്കിലൊക്കെ നല്ലപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വളയും എനിക്ക് കിട്ടിയതാണ് കേട്ടോ. കുപ്പിവളയാണ്. ഒരു 3 കളർ വള എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓണക്കോടിയൊക്കെ കൊടുത്തിട്ട് ഞാൻ നിൽക്കുകയാണ്. രാവിലെ നമുക്ക് കഴിക്കാനായിട്ടുള്ളത് അരിപ്പത്തിരിയും മുട്ടക്കറിയാണ്. ഈ അരിപ്പത്തിരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതും മുട്ടക്കറിയാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ ഉച്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ചിക്കനും ഉണ്ട്, ചീനിയും ഉണ്ട്. ചീനി നമുക്ക് ഇന്നത്തേക്കല്ല കേട്ടോ, നാളെ എടുക്കാനായിട്ടാണ്. പിന്നെ പപ്പ ചിക്കൻ്റെ കുറച്ച് പാർട്സ് കൊണ്ടുവന്നായിരുന്നു. അണ്ണന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ്റെ പാർട്സ് കറി വെച്ചത്. അപ്പോൾ ആ പാർട്സ് നമ്മൾ ഇന്ന് കറി വെക്കുന്നില്ല, പക്ഷേ പപ്പ അതങ്ങ് ക്ലീനാക്കി വെക്കാമെന്ന് വെച്ചു, നാളെ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കുറച്ച് കറി വെക്കാനും കുറച്ച് ഫ്രൈ ചെയ്യാമെന്നൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. ഇന്ന് അത്രയും കറികളൊന്നുമില്ല, കറികൾ കുറച്ച് കുറവാണ്, കാരണം അവിട്ടായല്ലോ. അങ്ങനെ പപ്പ അതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പപ്പയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ നിന്നെയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് പോയി. പിന്നെ നമ്മുടെ ചിക്കൻ്റെ കറിയെല്ലാം തിളച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി റെഡിയായി. പിന്നെ കുറച്ച് പരിപ്പ് വെച്ച്. പരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരിപ്പ് നമ്മൾ അടുപ്പിച്ച് കഴിക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സദ്യ പൂർണ്ണമാകത്തുള്ളൂ. അങ്ങനെ ചിക്കൻ ഒരുവിധം വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ 2 കഷ്ണം എടുത്തിട്ട് അതിൻ്റെ വെന്തോന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്, ഇത് സ്ഥിരമുള്ളതാണ്, ചിക്കൻ വെക്കുന്ന സമയത്ത് എനിക്കൊരു ടെസ്റ്റിംഗ് പരിപാടി ഉണ്ട്, വെന്തില്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. അങ്ങനെ 2 കഷ്ണം എടുത്ത് അങ്ങനെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും വിശന്നു. അന്നേരം ഞാൻ പോയിട്ട് നമ്മുടെ ശർക്കര വരട്ടി കുറച്ചെടുത്തൊരു ഉപ്പേരിയുടെ കവറിലിട്ടിട്ട് ശർക്കര വരട്ടി ഉപ്പേരിയൊക്കെ തിന്നു കേട്ടോ. കുറേ എടുത്ത് തിന്ന്. അപ്പം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് തിന്നാതെ കൊണ്ടുവെക്ക്, ആരെങ്കിലും വന്നാൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് ഫുള്ള് ഞാൻ ഫിനിഷ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, ഗ്യാസ് കയറും, എനിക്കിനി ചോറ് കഴിക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും ഞാൻ കേട്ടില്ല, അത് ഫുള്ള് തീർത്ത്. അത് കഴിഞ്ഞിട്ട് അമ്മ അപ്പോൾ ചിക്കൻ്റെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് 2 കഷ്ണം എടുത്ത് തിന്നു കേട്ടോ, അതെങ്ങനെയുണ്ടോ നോക്കാനായിട്ട്. പിന്നെ അപ്പോഴത്തേക്കും പായസം തിളച്ച് വന്നപ്പോൾ ഒരു കിണ്ണിക്കകത്ത് കുറച്ച് പായസം എടുത്തിട്ട് പായസത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാനാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പായസം കഴിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ വയറങ്ങ് ഫുള്ളായി. ഞാൻ എങ്ങനെ ചോറ് കഴിക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക്. പിന്നെ കുറച്ച് പേരൊക്കെ മുറ്റത്ത് ഇറങ്ങി വണ്ടിയൊക്കെ പോകുന്നതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും ഊണിൻ്റെ സമയമൊക്കെ ആയി. ചോറ് റെഡിയായി. മോരും ഇറച്ചിയും നമ്മുടെ നാരങ്ങ അച്ചാറും ഇഞ്ചി അച്ചാറും പിന്നെ കടുമാങ്ങ അച്ചാർ, പച്ചരി, സാമ്പാർ, മോര്, പായസം, പിന്നെ പപ്പടം, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂട്ടി ഞാൻ അത്രയും ചോറും കഴിച്ചു കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതായിട്ടൊന്നും തോന്നിയില്ല. ഈ കുറച്ച് കഴിയുമ്പോൾ ഇനി എന്താകും എന്നറിയാൻ വയ്യ കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇപ്പോഴാണ് ഓണം കറക്റ്റായത്. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഇപ്രാവശ്യം ഓണപരിപാടികളൊന്നും ഇല്ല. ഇപ്പോൾ അയലത്തെ വീട്ടിൽ അവരെന്തോ മൈക്കോ ദണ്ടൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചായയൊക്കെ ഇട്ട് ഒഴിച്ച്. രാത്രിയിൽ ഇനി ഈ സെയിം സംഭവം തന്നെയാണ്. ഉച്ചക്കത്തെ ആ ഊണില്ല, അത് സെയിം റിപ്പീറ്റാണ് ഇനി രാത്രി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് കഴിച്ചത്. അടുത്തിട്ട് കാണാവേ, ടാറ്റാ.